വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടുകൊള്ള നടന്നുവെന്ന മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറിന്റെ ആരോപണം തള്ളി നാട്ടുകാർ. വരദൂരിലെ മറിയവും വള്ളിയമ്മയും 2 വീടുകളിൽ താമസിക്കുന്നവരാണ്. വരദൂർ ചൌണ്ടേരി എന്ന സ്ഥലത്ത് 2 വീടുകളിലായാണ് ഇരുവരും താമസിക്കുന്നത്. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട 4000-ഓളം വോട്ടർമാർ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നായിരുന്നു അനുരാഗ് ഠാക്കൂറിന്റെ ആരോപണം. അനുരാഗ് ഠാക്കൂറിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു സ്ഥലം വയനാട്ടിലെ കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലെ കണിയാമ്പറ്റയിലെ ചൌണ്ടേരി എന്ന് പറയുന്നത് ഇത് എന്റെ പ്രദേശമാണ്. ആ പ്രദേശത്തിന്റെ സ്ഥലപ്പേരിന്റെ പേരാണ് ചൌണ്ടേരി എന്നും ചൌണ്ടേരി കുന്ന് എന്നറിയപ്പെടുന്നത്. അവിടെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും അവരുടെ വീട്ടുപേരായി ഉപയോഗിക്കുന്നത് ചൌണ്ടേരി കുന്ന് എന്നുള്ളതാണ്. ഈ BJPയുടെ ആളുകൾ ബാംഗ്ലൂരിൽ ചേർത്തതുപോലെ ഒരു നമ്പർ ഇട്ട റൂമിൽ 80 വോട്ടർമാരല്ല എന്റെ നാട്ടിലുള്ളത്. അവർക്കൊക്കെ സ്വന്തം വീടുള്ള ആളുകളാണ്. വിവരങ്ങൾ നൽകാനായി ഫൈസൽ നെടുമ്പാല ചേരുന്നുണ്ട്. ഫൈസൽ, കഴിഞ്ഞ ദിവസത്തെ അനുരാഗ് ഠാക്കൂറിന്റെ ആരോപണം നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ അവിടെ എത്തി അവരോട് സംസാരിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? എന്താണ് സത്യാവസ്ഥ? അമൃത, തീർച്ചയായും നമുക്ക് മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അനുരാഗ് സിംഗ് ഠാക്കൂറിന്റെ പ്രസ്താവന തീർത്തും വാസ്തവവിരുദ്ധമാണ് എന്നുള്ളത് തന്നെയാണ്. പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കത് അവിടെ ചെന്നാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇന്നലെ പ്രധാനമായും പറഞ്ഞത് 4000-ഓളം ആളുകൾ, വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട 4000-ഓളം ആളുകൾ ഒരേ വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ പറഞ്ഞിരുന്ന ഒരു പ്രസ്താവന. അത് മാത്രമല്ല, ഈ പേരെടുത്ത് പറഞ്ഞ 2 പേരാണ് മറിയവും അതുപോലെ വല്യമ്മ എന്ന് പറയുന്ന 2 പേര് ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ആ വീട്ടിൽ ചെന്നിരുന്നു. മറിയം എന്ന് പറയുന്ന ആ ഉമ്മയോട് നമ്മൾ സംസാരിച്ചു. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നു, വർഷങ്ങളായി ഞങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന വല്യമ്മയെ അറിയാമെന്നല്ലാതെ അവർ തമ്മിൽ പ്രത്യക്ഷത്തിൽ അവർ തമ്മിൽ ഒരു ബന്ധമൊന്നുമില്ല. 1 കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഇവർ തമ്മിലുള്ള 2 വീടുകളിലായിട്ടാണ് താമസിക്കുന്നത്. ഈ 2 വീടുകളിലെ ദൂരം എന്ന് പറയുന്നത് 1 കിലോമീറ്ററിലധികം വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരത്തിൽ വാസ്തവവിരുദ്ധമായ ഒരു പ്രസ്താവന തന്നെയാണ്. തീർത്തും പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അനുരാഗ് സിംഗ് ഠാക്കൂറിന്റെ പ്രസ്താവനയിലുള്ളത്. അത് മാത്രമല്ല, ഇത് ചൌണ്ടേരി എന്ന് പറയുന്ന വീട്ടുപേര് ചേർത്തു എന്നുള്ളതാണ് ഇതിന് പ്രധാനമായി ആധാരമായി പറയുന്ന ഒരു കാര്യം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചൌണ്ടേരി എന്ന് പറയുന്നത് ഇവർ താമസിക്കുന്ന പ്രദേശത്തിന്റെ പേരാണ്. ഈ പ്രദേശം എന്ന് പറയുന്നത് ഈ ചാമുണ്ടേശ്വരി കുന്ന് എന്ന് പറയുന്ന ഒരു പേര് പിന്നീട് ചൌണ്ടേരി എന്ന് മാറുകയാണ്. ഈ ചൌണ്ടേരി എന്ന് പറയുന്ന ഈ സ്ഥലപ്പേര് പലരും അഡ്രസ്സായി സ്വയം സ്വീകരിക്കുന്നു. പലരും നാട്ടുമ്പുറങ്ങളിൽ പല ഭാഗങ്ങളിൽ ഈ ചൌണ്ടേരി മാത്രമല്ല പലയിടങ്ങളിലും ഇത്തരത്തിൽ ഈ സ്ഥലപ്പേര് വീട്ടുപേരായി സ്വീകരിക്കുന്ന പലയിടങ്ങളിലുമുണ്ട്. അപ്പോൾ അത് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ഥലപ്പേര് ഒരേ വീട്ടുപേരിൽ 2 മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരേ വീട്ടുപേരിൽ താമസിക്കുന്നു എന്നുള്ള ഒരു പ്രസ്താവന. ഇത് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്തരത്തിലൊരു സംഭവമില്ല. കൃത്യമായി തന്നെ നമുക്ക് പറയാം, സ്ഥലപ്പേര് വീട്ടുപേരായി സ്വീകരിച്ച ആളുകളാണ് ഇവരൊക്കെ തന്നെ. അമൃത.